ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപും അർച്ചനയും സച്ചിയും എല്ലാവരും ചേർന്ന് കാര്യങ്ങൾ പറയാനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് സേതുമാധവനെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു രംഗം അവിടെ നടക്കുന്നത്. അകത്ത് സന്ദീപിന്റെ റൂമിൽ നിന്ന് മോളെ അനഘ എന്നുള്ള അവന്തികയുടെ നീട്ടിയുള്ള വിളി കേട്ട് പൊട്ടിക്കരയുന്നതും കേട്ടുകൊണ്ട് എല്ലാവരും റൂമിലേക്ക് ഓടിയെത്തുന്നു. സ്നേഹയും സന്ദീപും അർച്ചനയും ഓടിയെത്തുമ്പോഴേക്കും അവന്തികയും സച്ചിയും ചേർന്ന് അനഘയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അനഘ വെയിൻ കട്ട് ചെയ്ത് സന്ദീപിന്റെ റൂമിൽ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നതായിരുന്നു എല്ലാവരും ആകെ ഞെട്ടിച്ചത്. ഉടനെ ഈ കാഴ്ച കണ്ട് സേതുമാധവനും ആകെ വിഷമത്തിലാകുന്നു. ശരിക്കും ഇത് സന്ദീപിന് വേണ്ടി അനഘ നടത്തിയ മറ്റൊരു പ്ലാനിംഗ് ആണെന്നുള്ള സത്യം അർച്ചന അതോടെ തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവന്തികയോട് ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് ഇനിയും ഇവിടെ ആരും സമ്മതം മൂടാത്തത് കൊണ്ട് അവൾ മനഃപൂർവ്വം തന്റെ ജീവിതം ഇല്ലാതാക്കാനായി ശ്രമിച്ചതാണ് എന്ന് അർച്ചനയും മറ്റും കേൾക്കെ അവന്തിക വിഷമത്തോടെ പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഉടനെ തന്നെ അവന്തിക അനഘയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ സമയത്ത് റൂമിലെത്തിയ സച്ചിയും അർച്ചനയും അനഘയുടെ ആ പ്രവൃത്തിയെ കുറിച്ച് സംസാരിക്കണം. അനഘ ഇങ്ങനൊരു കാര്യം ചെയ്തത് കൊണ്ട് അച്ഛൻ എന്തായാലും മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് സച്ചി അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ സന്ദീപും അനഘയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിരിക്കാം അച്ഛന്റെ തീരുമാനമെന്ന് സച്ചി പറയുന്നത് കേട്ട് അർച്ചന പറഞ്ഞു, അതെ, അതിനുവേണ്ടിയായിരുന്നല്ലോ ഈ നാടകമെന്ന്. അത് കേട്ടതും സച്ചി അതിശയത്തോടെ അർച്ചനക്കരികിലേക്ക് എത്തി ചോദിച്ചു, നാടകമോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് അർച്ചനയോട് സച്ചി അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു, അതെ, സച്ചിയേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ? സത്യത്തിൽ സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടി അവർ നടത്തിയ ഒരു ഡ്രാമയാണ് ഇത്. സച്ചിയേട്ടൻ അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, അർച്ചന, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഇങ്ങനെ ഒരിക്കലും അവന്തികേടത്തിയെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് സച്ചി അർച്ചനയെ താക്കീത് ചെയ്യുമ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടന് ഒന്നും അറിയാത്തത് കൊണ്ടാണ്, സച്ചിയേട്ടൻ ഇതൊന്നും മനസ്സിലാകാത്തതും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സച്ചിയേട്ടൻ പറയുന്നത്. സത്യത്തിൽ സച്ചിയേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇവിടെ അവന്തികേടത്തി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ സച്ചിയേട്ടന് മനസ്സിലാകും. അവന്തികേടത്തിയെ ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. നമ്മൾ ആരും കരുതുന്ന പോലുള്ള ഒരു സ്വഭാവക്കാരിയല്ല അവന്തികേടത്തി. അവന്തികേടത്തി കാണിക്കുന്ന ഈ സ്നേഹമൊന്നും ആത്മാർത്ഥമായിട്ടുള്ളതല്ല എന്നുള്ള കാര്യം സച്ചിയേട്ടനോട് ഞാൻ ഇനി എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? സച്ചിയേട്ടന് എന്നോട് എന്ത് തോന്നിയാലും എനിക്കൊരു കുഴപ്പവുമില്ല. എന്നോട് ദേഷ്യം തോന്നിയാലും എന്നെ തല്ലാൻ വന്നാലും ഞാനൊന്നും എതിർപ്പ് പറയില്ല. കാരണം അത്രത്തോളം നികൃഷ്ടമായ ഒരു ചിന്താഗതിയോടെ ജീവിക്കുന്ന ആളാണ് സച്ചിയേട്ടൻ പറയുന്ന അവന്തികേടത്തിയുടെ സ്വഭാവം അങ്ങനെയാണ്. അത് ഇനിയെങ്കിലും സച്ചിയേട്ടൻ മനസ്സിലാക്കണമെന്ന് അർച്ചന സച്ചിയോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അർച്ചന, വേണ്ട, ഇനി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ അർച്ചനയോട് പലവട്ടം പറഞ്ഞു ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നും ഇങ്ങനെയൊന്നും പറയരുത് എന്നും. ഇത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? സച്ചിയേട്ടൻ ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. അതാണ് സച്ചിയേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രശ്നം. ഇപ്പോഴും ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് സച്ചിയേട്ടൻ ഒന്ന് മനസ്സിലാക്ക്. അനഘയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി സന്ദീപ് ഒരിക്കലും സമ്മതമുള്ള എന്ന് അവന്തികേടത്തിക്ക് അറിയാം. അവന്തികേടത്തിക്ക് തന്റെ വാശി ജയിക്കുന്നതിന് വേണ്ടി അവന്തികേടത്തി മനഃപൂർവ്വം അനഘയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ അവർ തന്നെയായിരിക്കും ആ കത്തിയെടുത്ത് ആ കൈഞ്ഞരമ്പ് മുറിച്ചത് എന്ന് അർച്ചന സച്ചിയോട് പറയുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലായി. സച്ചിയേട്ടന് മാത്രമാണ് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തതെന്ന് അർച്ചന സച്ചിയോട് പറയുമ്പോൾ സച്ചി പറഞ്ഞു, അർച്ചന, താൻ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്? താൻ കുറച്ചു ദിവസമായി പറയുന്ന കാര്യങ്ങളും താൻ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും ഒക്കെ ആകെ സംശയദൃഷ്ടിയോടെയാണ് താൻ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ എങ്ങനെ സമ്മതിച്ചു തരും എന്ന് അർച്ചനയോട് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഞാൻ നോക്കിയിട്ട് തന്നെയാ പറയുന്നത്. സച്ചിയേട്ടൻ പറഞ്ഞല്ലോ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാനെന്ന്. അതിന് കാരണം എന്താണെന്ന് കൂടി സച്ചിയേട്ടൻ ആലോചിക്കണം. ഉടനെ സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താൻ ആതിരയെ കൊണ്ട് അങ്ങനെ ആത്മഹത്യക്ക് ആതിരയും ഇതുപോലെ തയ്യാറായതല്ലേ സന്ദീപിന് വേണ്ടി? എന്നിട്ടും ഞാനതിന് തന്നെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അർച്ചനയോട് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ശരിയാണ്, ആതിര അങ്ങനെ ആത്മഹത്യക്കായി ശ്രമം നടത്തി, അത് സത്യം തന്നെ. പക്ഷെ അന്ന് അങ്ങനെ ശ്രമം നടത്തിയെങ്കിലും അതിനുശേഷം എന്റെ വീട്ടുകാർ എന്താ ചെയ്തത്? സന്ദീപുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കാൻ അവർ മുൻകൈ എടുക്കുകയായിരുന്നില്ല. മറിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് എന്റെ വീട്ടുകാർ ശ്രമിച്ചത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി അവർ നിർബന്ധം പിടിക്കുകയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് എന്ന് അർച്ചന സച്ചിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സച്ചി പറഞ്ഞു, വേണ്ട, എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ
ഇപ്പം താനും കാണിച്ചത് അത് തന്നെയല്ലേ? സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് താൻ മുൻകൈ എടുത്തതോ, താൻ ഇവിടെ കിടന്ന് അതിനുവേണ്ടി ബലം പിടിച്ചതോ, അതൊക്കെ പിന്നെ താൻ മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതല്ലേ എന്ന് സച്ചി അർച്ചനയെ കുറ്റപ്പെടുത്തുമ്പോ അർച്ചന പറഞ്ഞു, ശരി തന്നെയാണ്. ആതിരയും സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറെടുപ്പ് നടത്തി, അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു. അതിന് കാരണം എന്താണെന്ന് സച്ചിയേട്ടൻ മനസ്സിലാക്കണം. കാരണം അവൾ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ അവൾ സ്നേഹിക്കുന്ന പയ്യൻ അവളെയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം. അല്ലാതെ ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല എന്ന് പറഞ്ഞു. നിർത്തടി, നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത് എന്ന് സച്ചി ദേഷ്യത്തോടെ അർച്ചനയ്ക്ക് നേരെ തിരിയുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരക്ഷരം ഇനി നിന്റെ നാവിൽ നിന്ന് അവന്തികേട്ടതിക്കെതിരെ ഉണ്ടായാലുണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം. ഞാൻ എപ്പോഴും എല്ലാത്തിനും ഒപ്പം നിന്ന് തരുന്നു എന്ന് വിചാരിച്ച് എന്നെ ഒരു മണ്ടനാക്കാമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇനിയും ഏടത്തിയെ കുറിച്ച് ഇതുപോലെ എന്തെങ്കിലും മോശമായിട്ടൊരു സംസാരം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക. ഞാനേ ഇപ്പോ നീ ഈ പറഞ്ഞതുപോലെ നിന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ വീട്ടുകാരെ കുറിച്ച് നീയും അതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ടതില്ല. അവന്തിക ഏടത്തിയെ ഞാൻ എങ്ങനെയാ കാണുന്നത് നിനക്കറിയാവല്ലോ. എന്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ഏടത്തിയെ കാണുന്നത്. നിന്നേക്കാൾ മുമ്പ് ഞാൻ ഏടത്തിയെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏടത്തിയെ കുറിച്ച് ഇനി മോശമായ ഒരു സംസാരം നിന്റെ നാവിൽ നിന്ന് വന്നെന്നറിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. നിന്റെ വീട്ടുകാർക്ക് വേണ്ടി നീ ചെയ്യുന്ന കാര്യങ്ങളും നീ ചെയ്യാറുള്ളതുമൊക്കെ ഞാൻ ഒരിക്കലും നിന്നെ അതിനെ എതിർക്കുകയോ അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് എന്റെ വീട്ടുകാരോട് മാത്രം അല്ലെങ്കിൽ അവന്തികേടത്തിയോട് മാത്രം തനിക്ക് ഇങ്ങനെ ഒരു ചിന്താഗതിയും ഈ രീതിയിലുള്ള സമീപനവും? ഇനി അനഘയുമായിട്ടുള്ള വിവാഹത്തിന് സന്ദീപിനെ അച്ഛൻ നിർബന്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിയോ, ഏട്ടത്തിയെ തള്ളി പറഞ്ഞുകൊണ്ടോ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തിയോ ഉള്ളൊരു സംസാരം ഇനി ഈ വീട്ടിൽ വേണ്ട. അത് ഞാൻ ഒരിക്കലും അനുവദിച്ചു തരില്ല. അങ്ങനെ നീ സംസാരിച്ചാൽ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സച്ചി അർച്ചനയ്ക്ക് അരികിൽ നിന്ന് പോകുന്നു. അർച്ചന അതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുന്നു. സച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ കഴിയാതെ പോയതിന്റെ വേദന അങ്ങ് നിൽക്കുമ്പോഴാണ് ആതിരയുടെ ഫോണിലേക്ക് സന്ദീപ് വിളിക്കുന്നത്. സന്ദീപിന്റെ കോള് വന്നതും ആതിര വളരെ സന്തോഷത്തോടെ ഫോൺ വന്ന് അറ്റൻഡ് ചെയ്തു. സന്ദീപ് എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, ഇല്ല, പറയാൻ കഴിഞ്ഞില്ല ആതിര. അത് കേട്ടതും സന്ദീപിനോട് ആതിര ചോദിച്ചു, പിന്നെ സന്ദീപ് അല്ലേ എന്നോട് പറഞ്ഞത് ഇന്ന് തന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയുമെന്ന്. എന്നിട്ട് എന്താ സന്ദീപ് അത് പറയാതിരുന്നത് എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, ഞാനതെല്ലാം പറയാൻ വേണ്ടി തയ്യാറായതായിരുന്നോ ആതിര. അതിനുവേണ്ടി ഞാൻ അച്ഛന്റെ അരികിലേക്ക് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയതുമാണ്. പക്ഷെ അപ്പോഴാണ് മറ്റൊരു സംഭവം ഇവിടെ ഉണ്ടായത്. ഉടനെ അർച്ചന ആദ്യം ചോദിച്ചു, എന്ത് സംഭവം, എന്തുണ്ടായെന്ന്? അതെ ആതിര, ഇവിടെ അനഘ ആത്മഹത്യക്ക് ശ്രമിച്ചു, അതും എന്റെ റൂമിൽ വന്ന്. ഇത് കേട്ടതും ആതിര ആകെ ഞെട്ടിത്തിരിച്ചു വന്നു. ഇപ്പോ അച്ഛൻ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അനഘയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തുമെന്നുള്ള തീരുമാനത്തിലാണ് അച്ഛൻ നിൽക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കാര്യം അച്ഛനോട് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സന്ദീപ് അറിയിച്ചു. ഇത് കേട്ടതും ആതിര പറഞ്ഞു, അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. അനഘ എന്ത് ചെയ്തില്ല എന്നത് എനിക്കറിയേണ്ട കാര്യമില്ല സന്ദീപ്. ഒരു കാര്യം ഞാൻ സന്ദീപിനോട് പറയാം, ഇപ്പോ നമുക്ക് മുന്നിലുള്ള നമ്മുടെ ജീവിതം മാത്രമാണ് ഇങ്ങനെ ഒരിടത്തും എത്തിപ്പെടാതെ ഇങ്ങനെ കിടന്ന് തൂങ്ങിയാടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും സന്ദീപ് ഇക്കാര്യം അച്ഛനോട് പറഞ്ഞേ തീരൂ. ഇല്ല എങ്കിൽ ഇപ്പോ അനഘ കാണിച്ചതുപോലെ ഈ ആതിര കാണിക്കുകയല്ല, അത് ചെയ്തതിനു ശേഷം അത് നടന്നതിന് ശേഷമേ സന്ദീപ് പോലും അറിയൂ എന്ന് പറഞ്ഞ് ആതിര ഫോൺ കട്ട് ചെയ്തു. ആതിരയുടെ വാക്കുകൾ സന്ദീപിനെ വല്ലാതെ അലട്ടുന്നു. സന്ദീപ് ആകെ ടെൻഷനോടെ വീണ്ടും ആതിരയുടെ ഫോണിലേക്ക് വിളിക്കണം. സന്ദീപ് വിളിച്ചിട്ടും ആതിര കോൾ എടുക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് വീണ്ടും സന്ദീപ് നിരന്തരമായി വിളിച്ചത് കൊണ്ട് ആതിര കോൾ അറ്റൻഡ് ചെയ്തു. കോൾ എടുത്ത ഉടനെ സന്ദീപ് പറഞ്ഞു, ആതിര, താൻ ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഒരല്പം കൂടി എനിക്ക് സാവകാശം താ, ഞാൻ അച്ഛനോട് തുറന്നെല്ലാം പറയാം. ഇനിയും ഇങ്ങനെ കടുങ്കയൊന്നും താൻ കാട്ടരുത് എന്ന് പറഞ്ഞതും സന്ദീപിനോട് ആതിര പറഞ്ഞു, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടായേ തീരൂ. ഇനി എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് സന്ദീപിനോട് പറഞ്ഞ് ആതിര ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് അവന്തിക അനഘയോട് ദേഷ്യപ്പെടുന്നത്. എങ്കിലും നീ എന്തൊരു മണ്ടത്തരാ മോളെ കാണിച്ചത്, ഇങ്ങനെയൊന്നും നീ കാണിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും അനഘ അവന്തികയോട് പറഞ്ഞു, ചേച്ചി എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഭാഗ്യത്തിനാണ് കയ്യിലെ ഞരമ്പ് കട്ടാകാതിരുന്നത് എന്ന്. ഇത് കേട്ട ഉടനെ അനഘ പറഞ്ഞു, അതെ, ഇത് ഞാൻ ബുദ്ധിപൂർവ്വം ചെയ്തതാണ് ചേച്ചി. ഇത് മനഃപൂർവ്വമാണ് ഞാൻ എന്റെ കയ്യിലെ ഞരമ്പ് കട്ട് ചെയ്യാതിരുന്നത്. മനഃപൂർവ്വം ഞാൻ എന്റെ കയ്യിലൊരു മുറിവുണ്ടാക്കിയതാണ് മാറ്റി. അല്പം ചോരയൊന്ന് പോയാൽ മാത്രം മതി എന്റെ കാര്യം നേടിയെടുക്കാനെന്നുള്ള കാര്യം പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത്. ഇതറിയാമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യം ചെയ്ത് ഞാൻ സന്ദീപിനെ സ്വന്തമാക്കുമായിരുന്നില്ലേ ചേച്ചി. നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണ് മെനഞ്ഞത്, ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ കുറുക്കുവഴികളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടിയത്. അതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടും അവന്തിക പറഞ്ഞു, പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, അല്പം വേദനിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ സാധ്യമാകൂ എന്ന്. അതുപോലെ തന്നെ
അല്പം വേദനിച്ചത് കൊണ്ട്, അല്പം ചോര പൊടിഞ്ഞത് കൊണ്ട് നടക്കേണ്ട കാര്യം നടക്കാൻ പോവുകയാണ്. ഇപ്പോ ഈ വീട്ടിലുള്ള ഓരോ റൂമിലും ഇതിനെക്കുറിച്ചുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകെ പുകഞ്ഞുകൊണ്ടിരിക്കണം. എന്തായാലും സേതുമാധവൻ ഉടനെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. അതിനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആളാകെ ടെൻഷനിലാണ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉടനെ അവന്തിക സേതുമാധവൻ അവിടേക്ക് വരുന്ന സ്റ്റെയർ കയറി വരുന്ന കാഴ്ച കണ്ടു. ഉടനെ അനഘ അവന്തിക വേഗം അനഘയോട് പറഞ്ഞു, നിന്റെ മോളെ നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? സന്ദീപിനെ നിനക്ക് വിവാഹം കഴിച്ചു തരില്ല എന്ന ചിന്തയിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് ഭയങ്കര മോശമായി പോയി. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നോ? എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആർക്കായിരുന്നു നഷ്ടം എന്ന് അർച്ചനെ അനഘയോട് അവന്തിക ചോദിക്കുമ്പോ അനഘയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്താ കാര്യമെന്ന് അനഘ കണ്ണുകൂടിട്ട് ചോദിക്കുമ്പോ അവന്തിക കണ്ണുകൾ പുറത്തേക്ക് കാണിച്ച് അവിടെ സേതുമാധവൻ നിൽപ്പുണ്ടെന്ന് അറിയിച്ചു. ഉടനെ ഓ അങ്കിൾ അവിടെ നിൽപ്പുണ്ടല്ലേ എന്ന് ശബ്ദം താഴ്ത്തി അനഘ ചോദിച്ചു. അതിനുശേഷം അനഘയും ശബ്ദമുയർത്തിക്കൊണ്ട് അവന്തികയോട് പറഞ്ഞു, പിന്നെ ചേച്ചി ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ എന്നേക്കും ഇതുപോലെ ഇങ്ങനെ അകറ്റി നിർത്താമെന്നാണ് എല്ലാരും കരുതിയിരിക്കുന്നത്. ഞങ്ങളുടെ മനസ്സിലെ ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കണമെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? ഒരിക്കലുമില്ല. എനിക്ക് സന്ദീപ് ഇല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാനാവില്ല എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ഇനി ഈ വിവാഹം നടക്കില്ല എന്നുണ്ടെങ്കിൽ ഇനിയും സന്ദീപിനെ കാത്തിരിക്കേണ്ട, മോൾക്ക് അവനേക്കാളും നല്ലൊരു പയ്യനെ ഈ ചേച്ചി കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു തരില്ലേ എന്ന് ചോദിച്ചതും അവന്തികയോട് അനഘ പറഞ്ഞു, വേണ്ട ചേച്ചി, ഇനിയും എനിക്ക് മറ്റൊരാളെ കണ്ടെത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മനസ്സിൽ പരസ്പരം സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിന് ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി സന്ദീപ് അല്ലാതെ മറ്റൊരു വിവാഹം, മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ടൊരു വിവാഹം അത് ഈ അനഘ ആഗ്രഹിക്കുന്നില്ല. അതിനെ ചേച്ചി ശ്രമിക്കുകയും വേണ്ട. അത് ഈ അനഘയുടെ മരണത്തിന് സമമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് സേതുമാധവൻ എത്തിയത്. അവന്തിക പെട്ടെന്ന് സേതുമാധവനെ നോക്കിയിട്ട് ചോദിച്ചു, അയ്യോ അച്ഛനോട് നിൽപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അവന്തിക അരികിലേക്ക് ഓടിയെത്തി. അച്ഛാ കേട്ടില്ലേ എന്തൊക്കെയാ പറയുന്നതെന്ന്, എന്തെല്ലാം അവള് കാണിച്ചു കൂട്ടുന്നതെന്ന്? എന്തായാലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു അച്ഛാ എന്ന് അവന്തിക പറയുമ്പോൾ ഉടനെ സേതുമാധവനകത്തേക്ക് കയറി വന്നു. മോളെ അനഘേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്നോട് ക്ഷമ ചോദിക്കാൻ പോലും ഉള്ള യോഗ്യത എനിക്കില്ല. കാരണം ഇത്രത്തോളം കാര്യങ്ങൾ എത്തിച്ചത് ഈ ഞാൻ തന്നെയാണ്. ഞാനാണല്ലോ ഇതിനെല്ലാത്തിനും ഉത്തരവാദി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ കഴിയും. ഇനിയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ എനിക്ക് സാധിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. 1 മാസം അതിലപ്പുറം പോവില്ല. നിങ്ങളുടെ വിവാഹം ഈ ഞാൻ നടത്തി തന്നിരിക്കും, അത് തീർച്ച എന്ന് അവന്തികയുടെയും അനഘയുടെയും ആഗ്രഹത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഉടനെ തന്നെ വിവാഹം ഞങ്ങൾ നടത്തി തരുമെന്ന് അറിയിക്കുകയായിരുന്നു അർച്ചന. അവന്തികയും സന്ദീപും ഉടനെ തന്നെ അവന്തികയുടെ ആഗ്രഹം പോലെ അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി അങ്ങനെ നിൽക്കുമ്പോൾ ആ സമയത്ത് അനഘയ്ക്കും അവന്തികയ്ക്കും അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു നേട്ടം കൈവരിക്കാൻ പോകുന്നു എന്നതിന്റെ സന്തോഷമായിരുന്നു ആ നിമിഷം അവരുടെ മനസ്സിലുണ്ടായത്. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും സേതുമാധവൻ ഇനിയെ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അവർക്ക് വാക്ക് കൊടുത്തു. നെല്ലിശ്ശേരിയിലെ സേതുമാധവനാണ് ഈ വാക്ക് തരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും സന്ദീപ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് അനഘയോട് സേതുമാധവൻ വാക്ക് നൽകി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവന്തികയെ അനഘ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചു. അപ്പോഴാണ് അർച്ചന ആകെ വേദനയോടെ സങ്കടത്തോടെ പുറത്തങ്ങ് മാറി നിൽക്കുമ്പോൾ അർച്ചനയെ കാണാതെ സച്ചി എവിടേക്ക് എത്തിയത്. അർച്ചന പുറത്ത് നിൽക്കുന്നത് കണ്ടതോടെ സച്ചി അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ, എന്ത് പറ്റി? ഇവിടെ നിന്ന് നല്ല തണുപ്പുണ്ടല്ലേ, അതാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും സച്ചി തന്നെ അന്വേഷിച്ചു വന്നെന്ന് മനസ്സിലാക്കിയ അർച്ചന സച്ചിയെ കണ്ടത് മുഖം തിരിച്ചു നിന്നു. ഉടനെ സച്ചി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ശരിയാ, ഇന്ന് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അല്ല, ഞാനെന്താ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? നേരം കുറെ ആയി. വാ, നമുക്ക് റൂമിൽ പോകണ്ടേ? എനിക്കാണ് ഉറക്കം വരുന്നു. വന്നേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. സച്ചി കയ്യെ പിടിച്ചതും സച്ചി അർച്ചനയുടെ കയ്യിൽ തൊടുന്നതും അർച്ചന സച്ചിയുടെ കൈ തട്ടി മാറ്റി. മാറ്, എനിക്ക് പോണം എന്ന് പറഞ്ഞ് അർച്ചന ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, എന്താടോ, എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചതും, അല്ല കുറച്ചു മുമ്പ് എന്തൊക്കെയാ എന്നെ കുറിച്ച് പറഞ്ഞത്? അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. സച്ചിയേട്ടൻ എന്നെ പല രീതിയിലും എന്നെ ചീത്ത പറഞ്ഞില്ലേ, അത് മാത്രമോ? ഇന്ന് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? ഞാനാണ് ആതിരയോട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞെന്നും അങ്ങനെ സന്ദീപിനെ നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചത് കേട്ട് ഉടനെ സച്ചി അത് കേട്ട് ഒന്നും അറിയാത്ത പോലെ നിന്നു. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് സച്ചി അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, വേണ്ട, സച്ചിൻ ഇങ്ങനൊന്നും പറഞ്ഞില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചതും, ഓ ശരി, അങ്ങനെ പറഞ്ഞിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇനി പറഞ്ഞെങ്കിൽ ശരി പോട്ടെ, എനിക്കത് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നറിയിച്ചു.
അത് കേട്ട ഉടനെ തന്നെ ആ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതാണെന്ന് കേട്ടതും ഉടനെ സച്ചി പറഞ്ഞു, അതെ, ഇങ്ങനെയൊക്കെ പലപ്പോഴും എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് താനോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. സച്ചിയേട്ടന് ദേഷ്യം വന്നപ്പോ സച്ചിയേട്ടൻ അങ്ങനെയല്ല എന്നോട് പ്രതികരിച്ചു. എന്നാൽ എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ അങ്ങനെ പ്രതികരിക്കാൻ സച്ചിയേട്ടൻ അറിയില്ലല്ലോ. സച്ചിയേട്ടനോട് എനിക്കിങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ എത്രത്തോളം വേദന സച്ചിന്റെ മനസ്സിലുണ്ടാകും എന്നുള്ള കാര്യം സച്ചിൻ എന്തുകൊണ്ട് ഓർത്തില്ല എന്ന് പറഞ്ഞു. അർച്ചനയോട് സച്ചി പറഞ്ഞു, എടോ, അങ്ങനെ ദേഷ്യം ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കണം. അത് മനസ്സിൽ ഒളിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉടനെ തന്നെ പുറത്തു പറയണം. അല്ലാതെ അപ്പോ അത് പ്രകടിപ്പിക്കാതെ പിന്നീട് അല്പം മാറി നിന്ന് ഇങ്ങനെ സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്യരുത്. അതാണ് എന്റെ പോളിസി എന്ന് പറഞ്ഞു. ഉടനെ സച്ചിയോട് അർച്ചന പറഞ്ഞു, എന്നാലേ എനിക്ക് അങ്ങനെ ചെയ്യാനാവില്ല. എനിക്ക് ഇപ്പോ ഇക്കാര്യം സച്ചേതൻ പറഞ്ഞതുപോലെ എല്ലാവരോടും എനിക്കങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എടോ, അന്ന് ആ പണത്തിന്റെ പ്രശ്നം വന്നപ്പോ തന്നെ ഞാൻ അവന്തികേടത്തിയോട് പോലും ഇതുപോലെ ദേഷ്യപ്പെട്ടില്ലേ? അക്കാര്യം താൻ എന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചത്. ഉടനെ സച്ചി പറഞ്ഞു, അതെ, ഏട്ടത്തിയോട് അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചെത്താൻ ശ്രദ്ധിച്ചില്ല എന്ന സച്ചിയുടെ ചോദ്യം കേട്ട് അർച്ചന പറഞ്ഞു, ഏട്ടത്തിയോട് ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ എന്ന് സച്ചി വീണ്ടും അന്വേഷിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഏട്ടത്തിയോട് അങ്ങനെ പെരുമാറിയെന്ന് പറയാൻ കാരണം ഏട്ടത്തിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. അങ്ങനെയുള്ള ആ ഏട്ടത്തിയോട് പോലും ആ രീതിയിൽ ഞാൻ ഷൗട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്റെ അപ്പോഴത്തെ ദേഷ്യത്തെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറഞ്ഞു, എന്നാലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കങ്ങനെയെല്ലാം മറന്നു കളയാനും കഴിയില്ല എന്ന് അർച്ചന ദേഷ്യത്തോടെ സച്ചിക്ക് നേരെ തിരിയുന്നു.